കടൽ മത്സ്യത്തിന്റെ വരവ് കുറഞ്ഞതോടെ ഇടുക്കിയിൽ മത്സ്യകൃഷി നടത്തുന്നവർക്ക് ചാകര. വളർത്തു മത്സ്യങ്ങൾക്കാണ് ഇപ്പോൾ ഇടുക്കിയിലെ മത്സ്യ മാർക്കറ്റുകളിൽ ഏറ്റവും അധികം ഡിമാൻഡ്. കടൽ മത്സ്യത്തിന്റെ വില കുതിച്ചുയർന്നതും ഉപഭോക്താക്കളെ വളർത്തു മത്സ്യങ്ങളിലേക്ക് ആകർഷിച്ചു. ജനപ്രിയ മത്സ്യമായ മത്തിക്ക് പോലും 400 രൂപയ്ക്ക് മുകളിൽ വില നൽകേണ്ട സാഹചര്യമാണ്. ഇത് മാത്രമല്ല, ആവശ്യത്തിന് മീൻ ലഭിക്കുന്നുമില്ല. ഈ സാഹചര്യത്തിലാണ് വളർത്തു മത്സ്യങ്ങൾ കൂടുതലായും വിൽപ്പനയ്ക്കായി എത്തുന്നത്. 100 മുതൽ 150 രൂപ വരെ നിരക്കിൽ വളർത്തു മത്സ്യങ്ങൾ ലഭിക്കും. പിരാന, വാള, തിലോപ്പിയ, കണമ്പ്, കട്ട്ള, കാരി തുടങ്ങിയ മീനുകളാണ് കൂടുതലായും മത്സ്യ മാർക്കറ്റുകളിൽ ഇപ്പോൾ ലഭിക്കുന്നത്. ഇതിൽ പിരാനയ്ക്കും തിലോപ്പിയയ്ക്കുമാണ് ആവശ്യക്കാർ ഏറെയും. മത്സ്യങ്ങൾ ഇപ്പൊ ട്രോളിംഗ് ആയതുകൊണ്ട് വരവ് കുറവാണ്. അതുകൊണ്ട് ഇപ്പം കൂടുതലും വളർത്തുമീനുകളെയാണ് ആൾക്കാർ ആശ്രയിക്കുന്നത്. വളർത്തുമീനെന്ന് പറഞ്ഞാൽ പിരാനയുണ്ട്, വാളയുണ്ട്, തിലോപ്പിയ, കണമ്പ്, കട്ട്ള, അങ്ങനെയുള്ള ഐറ്റം, കാരി, അങ്ങനെയുള്ള ഐറ്റങ്ങളാണ് കൂടുതലും ഇപ്പം ആൾക്കാർ ഏറെ ഇഷ്ടപ്പെടുന്നത്. വിലയില് തിലോപ്പിയയ്ക്ക് 140, പിന്നെ പിരാനയൊക്കെ 200 രൂപ വരെ, വാള 140, 160, പിന്നുള്ള കാരി അത് ഒരു 140 രൂപ, പിന്നെ കണമ്പ് 200 രൂപ, അങ്ങനെ ഉള്ള റേഞ്ചിലാണ് പോകുന്നത്. ട്രോളിംഗ് നിരോധനം അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലായിരുന്ന വളർത്തു മത്സ്യ കൃഷിക്ക് കൂടിയാണ് പ്രയോജനമായിട്ടുള്ളത്. കടൽ മത്സ്യത്തിന്റെ ലഭ്യത വർദ്ധിക്കുന്നതോടെ വളർത്തു മത്സ്യങ്ങൾക്ക് വീണ്ടും വിലയിടിയുവാനാണ് സാധ്യത. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.